കേരളത്തിലെ കുട്ടികൾ ആരോടും പറയാതെ എങ്ങോട്ട് പോകുന്നു? ഇപ്പോഴിതാ 8ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷയിൽ 8 നിരയിൽ പൊട്ടിയ 3 കുട്ടികൾ അച്ഛനും അമ്മയ്ക്കും കത്തെഴുതി വെച്ച് നാടുവിട്ട വാർത്തകൾ പുറത്തുവരികയാണ്. ഇതോടെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും കുട്ടികൾ നാടുവിടുന്ന കഥ നാട്ടിൽ മുഴുവൻ പാട്ടാവുകയാണ്. എറണാകുളം ഞാറയ്ക്കലിലാണ് ഒരു സംഭവം ഉണ്ടായത്. 8ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷയിൽ തോറ്റതോടെ എറണാകുളം പുതുവെപ്പ് സ്വദേശികളായ പ്രവീഷിന്റെ മകൻ 13കാരനെ ആദിത്, പ്രജീഷിന്റെ മകൻ 13കാരനെ ആദിഷ്, ജസ്റ്റിന്റെ മകൻ 13കാരനെ ആശ്വിൻ എന്നിവരാണ് ഇക്കഴിഞ്ഞ ജനുവരി 5-ാം തീയതി, അതായത് ഇന്നലെ രാവിലെ 11 മണിയോടെ വീട് വിട്ടിറങ്ങിയത്. ഇവർ എഴുതിയ കത്തിങ്ങനെയാണ്: പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും ഞാനും എന്റെ 2 കൂട്ടുകാരായ ആദിഷ് എന്ന കുഞ്ഞുവും ആഷിൻ എന്ന ആച്ചിയും കൂടി നാടുവിടുകയാണ്. ഞങ്ങളെ അന്വേഷിച്ച് ഇനി അച്ഛനും അമ്മയും വരാൻ നിൽക്കരുത്. ഇനി അടുത്ത വർഷം ജനുവരിയിൽ മാത്രമേ ഞങ്ങൾ തിരിച്ചു വരൂ. അപ്പോൾ മാത്രമേ ഞങ്ങളെ പ്രതീക്ഷിച്ചാൽ മതി. ഞങ്ങൾ പോകുന്നത് കൊണ്ട് പോലീസിനെയും പട്ടാളത്തെയും അറിയിക്കണമെന്നില്ല. എന്തായാലും ഒരു ദിവസം ഞങ്ങൾ വരും. 8ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷയിലാണ് ഈ 3 വിദ്യാർത്ഥികൾ 8 നിലയിൽ പൊട്ടിയത്. തുടർന്നാണ് കത്തെഴുതി വെച്ച് ഇവർ ഒളിച്ചോടിയതും. എന്നാൽ മണിക്കൂറുകൾ നീണ്ട ആശങ്കകൾക്കും അന്വേഷണങ്ങൾക്കൊക്കെ ഒടുവിൽ ഈ 3വരെയും കണ്ടെത്തുകയായിരുന്നു. എറണാകുളം വൈപ്പിൻ സ്വദേശികളായ വിദ്യാർത്ഥികളായിരുന്നു ഇവർ. ഇക്കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നാൽ സ്വന്തം കൈപ്പടിയിൽ വീട്ടുകാർക്ക് കത്തൊക്കെ എഴുതി വെച്ചിട്ടായിരുന്നു ഇവരുടെ ഒളിച്ചോട്ടം. ലോകം ചുറ്റി അടുത്ത ജനുവരിയിൽ തിരിച്ചു വരാനൊക്കെയായിരുന്നു നമ്മുടെ ഈ കുട്ടികളുടെ പ്ലാൻ. എന്നാൽ മാതാപിതാക്കൾ ഞാറയ്ക്കൽ പോലീസിനെ ഉടൻ തന്നെ വിവരം അറിയിച്ചു. പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഉടൻ തന്നെ പുറത്തിറക്കി. തുടർന്ന് രാത്രി തന്നെ കേരള പോലീസ് കുട്ടികളെ തൃശൂർ ജില്ലയിലെ തൃപ്രയാറിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. തൃശൂർ ജില്ലയിലെ തൃപ്രയാറിൽ നിന്ന് കണ്ടെത്തിയ കുട്ടികളെ ഞാറയ്ക്കൽ പോലീസ് ഉച്ചയോടെ ജില്ലാ ജുവനൈൽ കോടതിയിൽ ഹാജരാക്കി. ഇതിന് പിന്നാലെയായിരിക്കും കുട്ടികളെ വീട്ടിലേക്ക് വിടുക എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതേസമയം നമ്മുടെ കൗമാരക്കാരായ കുട്ടികൾ ഒളിച്ചോടുകയും അല്ലെങ്കിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇപ്പോൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. 18 വയസ്സിന് താഴെയുള്ളവരാണ് ഇതിലേറെയും. എന്തുകൊണ്ടാണ് നൊന്തുപെറ്റ മാതാവിനെയും ചോര നീരാക്കി വളർത്തിയ പിതാവിന്റെ സ്നേഹവും സംരക്ഷണയും ഒക്കെ ഉപേക്ഷിച്ച് ഈ കുട്ടികൾ ഒളിച്ചോടുന്നത്? ഇവർ എവിടെ പോകുന്നു? സംസ്ഥാനത്ത് പ്രതിവർഷം ശരാശരി 180-ന് മുകളിലാണ് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ കാണാതാകുന്നതെന്നാണ് സംസ്ഥാന ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ 6 വർഷത്തെ മുമ്പത്തെ കണക്കിൽ പറയുന്നത്. ഒരുപക്ഷെ കുട്ടികളെ പല രക്ഷകർത്താക്കൾക്കും എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് അറിയില്ല എന്ന കാരണമായിരിക്കാം. അല്ലെങ്കിൽ മക്കൾ പറയുന്നതൊക്കെ വാങ്ങിക്കൊടുത്താൽ സ്നേഹമായി എന്ന് കരുതുന്നവരാണ് രക്ഷിതാക്കൾ. ഇത് സ്നേഹപ്രകടത്തിന്റെ ഒരു ചെറിയൊരു ഭാഗമൊക്കെയാണ്. പക്ഷേ വളർച്ചയുടെ മാറ്റത്തിന്റെയും ഒക്കെ ഘട്ടമാണ് ഈ കൗമാരകാലം. ബാല്യത്തിനും യൗവനത്തിനുമിടയിൽ ഈ ഘട്ടത്തിലാണ് വ്യക്തികളിൽ തന്നെ മാനസികവും ശാരീരികവും ലൈംഗികവുമായിട്ടുള്ള വികാസമൊക്കെ സംഭവിക്കുന്നത്. കുട്ടികൾ സ്വന്തമായി വ്യക്തിത്വം രൂപവൽക്കരിക്കേണ്ട ഈ പ്രായത്തിൽ വഴിതെറ്റാനുള്ള സാധ്യതയും ഏറെയാണ്. വഴിപിഴപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങുന്ന ഓൺലൈനിലെ കഴുകന്മാർ ധാരാളമുള്ള ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഈ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാതാപിതാക്കളുടെ പ്രത്യേക ശ്രദ്ധ കൂടുതൽ ഈ കുട്ടികൾക്ക് ആവശ്യമായിട്ട് വരും. കുട്ടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവർക്കൊപ്പം മാതാപിതാക്കൾ ഉണ്ടാകണം. കുട്ടികളുടെ ആഗ്രഹങ്ങൾ, സുഹൃത്തുക്കൾ, ഒഴിവു നേരങ്ങൾ എങ്ങനെ എവിടെ ചെലവഴിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം. കുട്ടികളുമായി സംസാരിക്കാനും ആശയവിനിമയം നടത്താനും അല്പസമയമെങ്കിലും രക്ഷിതാക്കൾ കണ്ടെത്തുക. കുട്ടികളുടെ നല്ല സുഹൃത്തുക്കളായി മാതാപിതാക്കൾ മാറുക. മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ ആശയവിനിമയം ഉണ്ടാകുന്നതൊക്കെ കുറവാണ്. ഇതൊക്കെയാണ് ഇത്തരം നാടുവിടലും അല്ലെങ്കിൽ ഒളിച്ചോട്ടത്തിനൊക്കെ പ്രധാന കാരണമായി മാറുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.